ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം പ്രത്യക്ഷ ദൈവമായിട്ട് തന്നെ ഉള്ള ദൈവമാണ്. അതായത് പകൽ സമയത്ത് നമ്മൾ പ്രത്യക്ഷത്തിൽ വരുന്നത് സൂര്യദേവനാണെങ്കിൽ രാത്രിയിൽ വരുന്നത് ആരാണ്? ചന്ദ്രദേവനാണ്. അപ്പോൾ ആ ചന്ദ്രദേവന് ക്ഷയം വരാൻ ഒരു ശാപം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത് വന്നെന്നും, അതായത് ആ ക്ഷയം വന്നുവെന്നും, പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ ശാപമോക്ഷം ശിവഭഗവാൻ കൊടുത്തു എന്നും, അദ്ദേഹത്തിന് ശിവഭഗവാൻ എങ്ങനെ, അതായത് ചന്ദ്രകലാധരനല്ലേ ശിവഭഗവാൻ എങ്ങനെ ആണ് ചന്ദ്രദേവനെ ധരിച്ചതെന്നൊക്കെയുള്ള കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ആ കഥ, അതായത് ദക്ഷ പ്രജാപതിയിൽ നിന്ന് തന്നെ നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ദക്ഷൻ്റെയും പ്രസൂതിയുടെയും മക്കൾ, അതായത് ആമക്കൾ, അവർക്ക് ആദ്യമേ ആമക്കളായിരുന്നു ഉണ്ടായിരുന്നത്, പുത്രന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവരെ എല്ലാം നമ്മുടെ നാരദർ എല്ലാവരെയും അതായത് ഹരിനാമ കീർത്തനങ്ങൾ ചൊല്ലി ഹരിയുടെ പ്രവാചകരാക്കി മാറ്റി. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ഹരിചരണങ്ങളെ പ്രാപിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് പുത്രിമാർ മതിയെന്നായി. അതായത് പിന്നെ പുത്രന്മാർ വേണ്ട, ഇനിയും പുത്രന്മാരുണ്ടായാലും അവരും ഹരിചരണത്തിലായി കഴിഞ്ഞാൽ ഭഗവാനും, അതായത് ദക്ഷന് പിന്നെ ആരും ഇല്ലാതാവുമെന്ന് പറഞ്ഞിട്ട് ദക്ഷൻ പിന്നീട് പെൺമക്കൾ മതിയെന്നുള്ള ഇത് വന്നു. അങ്ങനെ ദക്ഷന് കുറേ പെൺമക്കൾ ജനിച്ചു. അതായത് അതിൽ നമ്മുടെ രേവതിയും രോഹിണിയും രണ്ട് പെൺമക്കളെയാണ് ചന്ദ്രദേവൻ വിവാഹം കഴിക്കുന്നത്. ചന്ദ്രദേവന് പക്ഷേ രോഹിണിയെ, അതായത് ചന്ദ്രദേവൻ വിവാഹത്തിനായിട്ട് ആഗ്രഹിച്ചത് രോഹിണിയായിരുന്നു, ഇഷ്ടപ്പെട്ടതും രോഹിണിയായിരുന്നു. അപ്പോൾ നമ്മുടെ ദക്ഷ പ്രജാപതി പറയും, രേവതിയെ കൂടെ അങ്ങ് വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ചെങ്കിൽ മാത്രമേ രോഹിണിയായിട്ടുള്ള വിവാഹം നടത്തി തരാൻ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ ചന്ദ്രദേവൻ അത് സമ്മതിക്കും. പക്ഷേ എങ്കിൽ നമുക്കറിയാമല്ലോ, നമുക്ക് ആത്മാർത്ഥമായിട്ട്, അതായത് നമുക്കൊരു സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ അത് ആരെങ്കിലും പറഞ്ഞിട്ട് ആവരുതല്ലോ. അപ്പോൾ ദക്ഷ പ്രജാപതി പറഞ്ഞ പ്രകാരമല്ലേ രേവതിയെ വിവാഹം കഴിച്ചത്. പക്ഷേ രോഹിണി ആത്മാർത്ഥമായി അദ്ദേഹം സ്നേഹിക്കുകയും പ്രണയിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബജീവിതവും അങ്ങനെ തന്നെയായി മാറി. അതായത് നമ്മുടെ ചന്ദ്രദേവൻ എൻ്റെ പ്രണയവും സ്നേഹവും ഒക്കെ രോഹിണിയിൽ മാത്രമായിട്ട് ഒതുങ്ങി. പാവം രേവതിക്ക് വളരെ സങ്കടവുമായി. അതായത് രേവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല. രേവതിയെ ദക്ഷ പ്രജാപതി വിവാഹം കഴിച്ച് അയച്ചു കൊടുത്തതാണ്. ആർക്ക്? ചന്ദ്രദേവന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വീകരിച്ചു എന്ന് മാത്രം. പക്ഷേ ഭാര്യയോടുള്ള ഒരു സ്നേഹമോ മമതയോ പ്രേമമോ ഒന്നുമേ നമ്മുടെ ചന്ദ്രദേവന് രേവതിയോടില്ല. പകരം രോഹിണിയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ചന്ദ്രദേവൻ ഇരിക്കത്തുമില്ല. അത്രയ്ക്ക് സ്നേഹവും പ്രണയവുമാണ്. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ദക്ഷ പ്രജാപതിയുടെ കൊട്ടാരത്തിൽ അതായത് അവിടെ ഒരു ആഘോഷത്തിൻ്റെ വേളയിൽ ഇവർ രണ്ടുപേരും, അതായത് 3 പേരും കൂടെ എത്തും. അത് 2 പേരല്ല, 2 പെൺമക്കളും ചന്ദ്രദേവനും കൂടെ എത്തുമ്പോൾ തന്നെ രേവതിയുടെ മുഖം കണ്ടപ്പോഴേ എന്തൊക്കെയോ സതീദേവിക്കും അമ്മയ്ക്കുമൊക്കെ, അതായത് പ്രസൂതി മാതാവിനുമൊക്കെ എന്തോ ഡൗട്ടുണ്ട്. അപ്പോൾ എന്തോ വിഷമത ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ അവർക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലായി, അതായത് ചന്ദ്രദേവൻ എപ്പോഴും ചേർന്ന് നിൽക്കുന്നതും കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും ഒക്കെ ആരെയാണ്? സ്നേഹിക്കുന്നതും ഒക്കെ രേവതിയോടല്ല, രോഹിണിയാണ്. അപ്പോൾ ഒരു നിമിഷം പോലും അവർ മാറി നിൽക്കില്ല. അവർ ഒരുമിച്ച് അങ്ങനെ കൈകോർത്ത് പിടിച്ച് അങ്ങനെ നടക്കുന്നു. അങ്ങനെ എപ്പോഴും പ്രണയവും സ്നേഹവുമായിട്ട് അവരങ്ങ് നടക്കുകയാണ്. പക്ഷേ രേവതിയെ മൈൻഡ് ചെയ്യുന്നേ ഇല്ലെന്നുള്ളത് നമ്മുടെ സതീദേവിക്കും പ്രസൂതി മാതാവിനും മറ്റ് ദേവിമാർക്കും മനസ്സിലായി. മറ്റ് സഹോദരിമാരൊക്കെ അവിടെ ഉണ്ടല്ലോ. പക്ഷെ ദക്ഷൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ ഒരു ദിവസം തൻ്റെ രേവതി, അതായത് പുത്രിയായ രേവതി അതീവ ദുഃഖിതയായിട്ട് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ രേവതി ദുഃഖിതയായിട്ടിരിക്കുമ്പോൾ കാരണം ചോദിക്കും, നീ എന്താണ് മോളെ ഇത്ര ദുഃഖിച്ചിരിക്കുന്നത്, എന്താ കാരണമെന്ന് ചോദിക്കും. അപ്പോഴും രേവതി അതിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയത്തില്ല. എനിക്ക് കാരണമൊന്നുമില്ല, എനിക്ക് വിഷമമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. പക്ഷേ
ഇവർ ഈ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് അങ്ങ് ചന്ദ്രലോകത്തോട്ട് പോവാണ്. പക്ഷേ രേവതിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ചന്ദ്രലോകത്തോട്ട് തിരിച്ചു പോകാൻ. അപ്പോൾ രോഹിണിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് ചന്ദ്രലോകത്ത് പോയാൽ മതി, അവരുടെ സ്വാതന്ത്ര്യത്തിലുള്ള ജീവിതത്തിന് വേണ്ടി അവരങ്ങ് ചന്ദ്രലോകത്ത് പോയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് നമ്മുടെ രോഹിണി. പക്ഷേ ഈ സന്തോഷമൊന്നും രേവതിയിൽ കണ്ടുമില്ല. അപ്പോൾ ഇവർ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയപ്പോൾ നമ്മുടെ ദക്ഷ പ്രജാപതിയോട് യാത്ര ചോദിക്കാനായിട്ട് വരുമ്പോൾ രേവതി പറയും, ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല പിതാവേ. കാര്യം എനിക്കവിടെ ഒരു സ്ഥാനവുമില്ല, എനിക്കൊരു വിലയുമില്ല. ഞാൻ ഒരു പത്നിയായിട്ട് അങ്ങ് നമ്മുടെ ചന്ദ്രദേവന് വിവാഹം കഴിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. ഒരു പത്നിയുടെ സ്നേഹമോ കാര്യങ്ങളോ പരിഗണനയോ ഒന്നും എനിക്ക് ലഭിക്കുന്നില്ല അവിടെ. അപ്പോൾ എനിക്കൊരു സ്ഥാനവും ഇല്ലാത്തടത്ത് ഞാൻ എന്തിനാണ് പിതാവേ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ചന്ദ്രദേവനോട് ദക്ഷൻ ചോദിക്കുക എന്താണ് കാരണം. അപ്പം പറയും, ഞാൻ അങ്ങ് വിവാഹം കഴിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത് രോഹിണിയാണല്ലോ, രേവതി അല്ലല്ലോ. അപ്പം പിന്നെ എനിക്ക് എങ്ങനെയാണ് രേവതിയെ സ്നേഹിക്കാൻ സാധിക്കുന്നത്? അങ്ങയുടെ നിർബന്ധപ്രകാരമല്ലേ ഞാൻ വിവാഹം കഴിച്ചത്, അതുകൊണ്ട് അവളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും. അപ്പോഴും ദക്ഷന് പെട്ടെന്ന് മുൻകോപമാണ്. ദക്ഷന് പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. ദക്ഷൻ ആദ്യമൊക്കെ പറഞ്ഞു നോക്കാം, അപ്പോൾ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ചന്ദ്രദേവൻ പറയും. അങ്ങനെ ചന്ദ്രദേവനെ നമ്മുടെ ദക്ഷ പ്രജാപതി ശപിക്കുകയാണ്. നീ ക്ഷയിച്ചു പോകട്ടെ, നീ നശിച്ചു പോകട്ടെ. അതായത് ക്ഷയിച്ചു പോകട്ടെ എന്ന് വെച്ചാൽ അതായത് ക്ഷയിച്ചു പോവാന്ന് വെച്ചാൽ മൊത്തത്തിൽ നശിച്ചു പോകട്ടെ, അത് മരണതുല്യമായ ഒരു ശാപമാണ് കൊടുത്തത്. അങ്ങനെ നമ്മുടെ ചന്ദ്രദേവൻ ആ സഭയിൽ തന്നെ കുഴഞ്ഞു വീഴുകയാണ്. അങ്ങനെ പിന്നീട് എല്ലാവരും, അതായത് ചന്ദ്രദേവനും അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ രണ്ടുപേരും ദക്ഷ പ്രജാപതിയോട് മാപ്പ് അപേക്ഷിക്കാൻ ഇതിനൊരു പരിഹാര മാർഗം കാണണമെന്ന് പറഞ്ഞു. പക്ഷേ ബ്രഹ്മദേവൻ വിചാരിച്ചിട്ട് പോലും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സമയം നമ്മുടെ സതീദേവി ഉണ്ടല്ലോ, സതീദേവി അതായത് മൃത്യുഞ്ജയ മന്ത്രം എവിടെ പോയി? നാരദ മഹർഷി സതീദേവിയോട് വന്ന് പറയും, സതീദേവി അവിടുന്ന് എന്ത് ചെയ്യണം? നമ്മുടെ മൃത്യുഞ്ജയ മന്ത്രം നമ്മൾ എവിടെ നിന്ന് മൃത്യുഞ്ജയ മന്ത്രം നമ്മൾ പഠിക്കണം. അതായത് മൃത്യുഞ്ജയ മന്ത്രം കൊണ്ടുവന്ന് എവിടെ ചന്ദ്രദേവൻ്റെ സ്പർശിച്ച് അത് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഭഗവാൻ ശിവശങ്കരനോട് പ്രത്യക്ഷപ്പെടും. അതുപോലെ തന്നെ ഈ ഭാര്യമാരും ജപിക്കണമെന്ന് പറയും. അങ്ങനെ സതീദേവി മൃത്യുഞ്ജയ മന്ത്രം പ്രാപ്തമാക്കിയിട്ട് മൃത്യുഞ്ജയ മന്ത്രം അവിടെ വന്ന് ജപിക്കും. അങ്ങനെ ആ മന്ത്രം ജപിക്കുന്നതോടെ ആര് വരും അവിടെ? ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടും. എല്ലാവരും, സതീദേവി മാത്രമല്ല, ചന്ദ്രദേവൻ്റെ അച്ഛനാണ് അത്രി മഹർഷിയും അത് അദ്ദേഹത്തിൻ്റെ മാതാവാണ് അനസൂയ മാതാവ്. ഇവരെല്ലാവരോടും ഒന്നിച്ചിരുന്ന് ഈ മൃത്യുഞ്ജയ മന്ത്രം അങ്ങനെ ജപിക്കും. പിന്നെ രോഹിണിയും രേവതിയും എല്ലാം കരഞ്ഞ് നിലവിളി ഓരോ നിമിഷവും ഭഗവാന്റെ ഓരോ ഭാഗങ്ങൾ ക്ഷയിച്ച് അങ്ങനെ പോവുകയാണ്, മണ്ണായി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് ഈ ജപം അങ്ങനെ ഭഗവാൻ ശിവശങ്കരൻ അവർ ജപിക്കുന്ന ദിവസം എന്ന് പറയുന്ന ഒരു ശിവരാത്രി ദിവസവും കൂടിയായിരുന്നു. അങ്ങനെ ഭഗവാൻ അവിടെ അവതരിക്കുകയാണ്. ഭഗവാനോട് പ്രത്യക്ഷത്തിൽ വരികയും ചന്ദ്രദേവന് ശാപമോക്ഷം കൊടുക്കുന്നു. പക്ഷെ ശാപമോക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഫുള്ളി അതായത് ദക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ശക്തനല്ലേ, അദ്ദേഹത്തിന് ശാപത്തിൽ നിന്ന് ഉടനെ പൂർണ്ണമായിട്ടും എനിക്ക് മുക്തനാക്കാൻ പറ്റത്തില്ല, എങ്കിൽ പരോക്ഷമായിട്ട് എനിക്ക് ഇതിൽ നിന്ന് മുക്തി കൊടുക്കാൻ പറ്റുമെന്ന് പറയും. കാര്യമെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രദേവൻ 15 ദിവസം ചന്ദ്രദേവനെ കാണിച്ചത്. അതായത് ചന്ദ്രദേവന് ക്ഷയം വരികയാണ്. അപ്പോൾ അന്ധകാരത്തിലോട്ട് ക്ഷയിച്ച് അങ്ങനെ പോവുകയാണ്. 15 ദിവസം കഴിയുമ്പോൾ ഭഗവാൻ നല്ല ഊർജ്ജസ്വലനായിട്ട് വന്ന് പൂർണ്ണ രൂപത്തിൽ വരുന്നതും അതിനാലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്ഷയത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഭഗവാൻ ഇനി മരണം സംഭവിക്കത്തില്ലെന്ന് ഉറപ്പോടെ അതായത് നമ്മുടെ ശിവഭഗവാൻ പറയും, അതായത് ചന്ദ്രദേവനെ ഞാൻ എന്ത് ചെയ്തോളാം? ധരിച്ചോളാം. ഞാൻ ധരിക്കുമ്പോൾ അങ്ങേക്ക് ഒരിക്കലും മരണം സംഭവിക്കത്തില്ല, അങ്ങ് എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷേ 15 ദിവസം അങ്ങേക്ക് ക്ഷയം അനുഭവിച്ച ആ ഒരു ശാപത്തിൻ്റെ ക്ഷയം അനുഭവിച്ചേ പറ്റുമെന്ന് പറയും. ഇങ്ങനെയാണ് നമ്മുടെ ചന്ദ്രദേവന് ശാപം കിട്ടുന്നതും നമ്മുടെ ശിവഭഗവാൻ അതിൽ നിന്ന് ചന്ദ്രദേവനെ രക്ഷിക്കുന്നതും അങ്ങനെയാണ് ഭഗവാൻ ചന്ദ്രകലാധരനായിട്ട്
മാറുന്നതും ശിവഭഗവാൻ ചന്ദ്രകലാധരനാവുന്നതും. അങ്ങനെ ചന്ദ്രനെ കലയായിട്ട് സ്വീകരിച്ചതുകൊണ്ടാണ് ചന്ദ്രന് ക്ഷയം, അതായത് മരണം സംഭവിക്കാതെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ കഥയൊക്കെ കേൾക്കണം. അപ്പോൾ എത്ര വലിയ നമുക്ക് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ശിവഭഗവാനെ മുറുകെ പിടിക്കുക. എത്ര വലിയ കഠിനമായ ദോഷത്തെയും ഭഗവാൻ നമുക്ക് മാറ്റി തരുന്നതായിരിക്കും. എല്ലാവരെയും ശിവശങ്കരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.